ഗൾഫ് നാടുകളെയും ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി സമൂഹത്തെയും നടുക്കിക്കൊണ്ട് ബഹ്റൈനിൽ ഇറാന്റെ വൻ ഡ്രോൺ ആക്രമണം. യാതൊരു പ്രകോപനവുമില്ലാതെ സമാധാനത്തോടെ ഉറങ്ങിക്കിടന്ന ഒരു രാജ്യത്തിലെ നിസ്സഹായരായിട്ടുള്ള സാധാരണക്കാർക്ക് നേരെയാണ് ഇറാൻ മാരകമായിട്ടുള്ള ചാവേർ ഡ്രോണുകൾ തൊടുത്തുവിട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയെ വീണ്ടും ഒരു രക്തരൂക്ഷിതമായിട്ടുള്ള യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് ഇറാനിലെ IRGC ഭീകരർ. ജനങ്ങളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഇറാൻ നടത്തിയ ഈ ക്രൂരമായിട്ടുള്ള ആക്രമണം ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിന് പകരം ചോദിക്കാൻ പേരിലാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC ഈ ക്രൂരത കാട്ടിയത്. ബഹ്റൈനിലെ US സൈനിക താവളങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്ന് ഇറാൻ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും ജനവാസ കേന്ദ്രങ്ങളെയും സാധാരണക്കാരെയും നേരിട്ട് ഭീഷണിപ്പെടുത്തുന്നതാണ് ഈ ചാവേർ ഡ്രോണുകൾ. ആക്രമണത്തെ അതിശക്തമായി അപലപിച്ച ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം ഇത് നിരപരാധികളായിട്ടുള്ള പൗരന്മാരുടെ സുരക്ഷയ്ക്കുള്ള തുറന്ന വെല്ലുവിളിയാണെന്ന് പ്രഖ്യാപിച്ചു. ഒരു പരമാധികാര രാജ്യത്തിനു നേരെ ഇറാൻ നടത്തുന്ന ഈ കടന്നുകയറ്റം ഭീകരവാദമല്ലാതെ മറ്റൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇതിന്റെ തുടക്കം സമുദ്രപാതയിലെ ഇറാന്റെ കടൽക്കൊടയിൽ നിന്നാണ്. ലോകത്തിന്റെ ജീവനാഡിയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നിരന്തരം ആക്രമണം അഴിച്ചുവിടുകയാണ്. ശനിയാഴ്ചയും ഹോർമൂസിൽ മറ്റൊരു എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടായതായി UK MTO സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ എണ്ണ വിതരണ പാതയിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് നിർബന്ധിതമായി നികുതി ഈടാക്കുമെന്ന ഇറാന്റെ ധാർഷ്ട്യം നിറഞ്ഞ ഭീഷണിയും ഇതിനു പിന്നിലുണ്ട്. ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബന്ദിയാക്കാനാണ് ഈ തീവ്രവാദ ഭരണകൂടം ശ്രമിക്കുന്നത്. എന്നാൽ ഈ ഭീകരവാദത്തിനെതിരെ അമേരിക്കയും സഖ്യരാഷ്ട്രങ്ങളും ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുകയാണ്. നിലവിലെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടുത്തിടെ ബഹ്റൈൻ സന്ദർശിക്കുകയും ഗൾഫ് സഹകരണ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇറാന്റെ ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനും ഹോർമൂസ് കടലിടുക്ക് സ്വതന്ത്രമാക്കാനും മാർക്കോ റൂബിയോ സ്വീകരിച്ച കർശന നിലപാടുകളാണ് ഇറാന് ഇപ്പോൾ സമനില തെറ്റിച്ചിരിക്കുന്നത്. ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽ പടയുടെ സാന്നിധ്യം ഈ മേഖലയിലെ സാധാരണക്കാരുടെ ജീവനും ആഗോള വ്യാപാരത്തിനും നൽകുന്ന സുരക്ഷ ചെറുതല്ല. ഒരു യുദ്ധമര്യാദകളുമില്ലാതെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന ഈ ഭീകരത ഒരിക്കലും അംഗീകരിക്കാനാകില്ല. സമാധാനകാംക്ഷികളായിട്ടുള്ള ജനങ്ങളെ ഡ്രോണുകൾ അയച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്നത് ഇറാന്റെ വ്യാമോഹം മാത്രമാണ്. നിരപരാധികളുടെ ജീവൻ വെച്ച് വിലപേശുന്ന ഈ ഭീരുത്വത്തിന് അമേരിക്കയും ബഹ്റൈനും നൽകാൻ പോകുന്ന തിരിച്ചടി ഇറാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പാഠമായിരിക്കും.